ഗിന്നസ് ബക്രുമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ശരിക്ക് ടിനി ടോം ഗിന്നസ് ബക്രു. ശരിക്ക് ആദ്യകാലങ്ങളിൽ നമ്മൾ മിമിക്രിയിൽ എവിടെ ഷോ ബുക്ക് ചെയ്യുമ്പോഴും ടിനി ടോമിനെ ബുക്ക് ചെയ്താൽ കൂടെ തന്നെ അപ്പോൾ തന്നെ സംഘാടകരും പറയാം ആ ടിനിയും പക്രു അല്ലെങ്കിൽ പക്രു ടിനി അങ്ങനെ ഒരു ജോഡി അപ്പോൾ തന്നെ പറയാറുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഗിന്നസ് ബക്രുവിന്റെ ആ ഒരു പൊക്കക്കുറവും അല്ലെങ്കിൽ അയാളെ കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് അത് വെച്ചിട്ട് ടിനി ടോം മുതലെടുക്കല്ലായിരുന്നു. ഇതിപ്പോ ഒരു ചാക്ക് അരി മേടിച്ച ഒരു സോപ്പ് ഫ്രീ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഓഫറൊന്നും കൊടുത്തതൊന്നുമല്ല പക്രു. അവൻ കഴിവുള്ളവനായിരുന്നു, അവൻ കഴിവ് തെളിയിച്ചവനായിരുന്നു. അവൻ യൂണിവേഴ്സിറ്റി യുവജനോത്സവ വിജയായിരുന്നു, ഞാനും യൂണിവേഴ്സിറ്റി വിജയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അന്ന് കൂടാമെന്ന് തീരുമാനിച്ചു. കൂടിയത് തന്നെ ഇക്കയുടെ ഗ്രൂപ്പിലാണ്. പിന്നെ നമ്മള് ഫ്രീലാൻസ് ആയിട്ട് പോയിന്നുള്ളൂ. അപ്പൊ ഈ രൂപം ഭയങ്കര രസമല്ലേ ഇങ്ങനെ നീളത്തിൽ. പിന്നെ യഥാർത്ഥത്തിൽ ബുദ്ധി കൂടുതൽ അവന്, ആരോഗ്യം എനിക്ക്. ഇത് രണ്ടും കൂടി ചേർന്നാൽ നമുക്ക് ഗുണം കിട്ടും. കാശ് മേടിക്കാൻ ഞാനും അവന്റെ ബുദ്ധിയിൽ കോമഡി പ്രോഗ്രാംസ് ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ കുറെ കാലങ്ങൾ അങ്ങനെ പോയി. അപ്പോ അതിന് തുടർന്ന് സിനിമയിലും ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സിനിമയിൽ ശരിക്ക് പക്രു കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂല് ഇവിടെ നമ്മുടെ സ്റ്റാർ റാങ്കിങ്ങിൽ തന്നെ പറഞ്ഞു അവന് ശരിക്കും അവനെ കൊണ്ട് എനിക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്, ദൂഷ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ടിനി ടോമിന്റെ 5 ദൂഷ്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ പക്രു പറഞ്ഞത് ഇങ്ങനെയാണ്. പക്രു ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടിനി ടോമാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ബെസ്റ്റ് ഫ്രണ്ടിന്റെ 5 ദോഷങ്ങൾ പറയാമോ? ദോഷങ്ങള് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പൊ അറിയാലോ. ഇത്രയും ആൾക്കാരെ കാണുന്ന പ്രോഗ്രാമിൽ ഞാൻ പറയണം. എനിക്കൊന്നും അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദോഷം അവന്റെ ഒരു കൂട്ടുകാരനായിട്ട് എന്നെ തന്നെ എടുത്തു എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ടിനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവനൊരു ദോഷം ചെയ്യും, പൊക്കം ഭയങ്കര ദോഷം ചെയ്യും. രണ്ടാമത് അവൻ എന്ത് കാര്യം എന്നോട് താഴെ നോക്കിയാൽ സംസാരിക്കാറുണ്ട്. പിന്നെ ഒരുപാട് എടുത്തോണ്ട് നടന്നിട്ടുള്ള ഒരാളാണ്. എടുത്തോണ്ട് നടക്കുന്ന മാത്രമല്ല, അത്യാവശ്യം കൊച്ചുകുട്ടികളോടെന്ന പോലെ എന്നോട് പെരുമാറും, അതൊരു ദോഷമാണ് അല്ലേ? കൊച്ചുകുട്ടികളോടെന്ന, അതായത് പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവൻ ശരിക്കും വളരെ കോമഡി കഥാപാത്രം, അതായത് എന്റെ എല്ലാ ഓരോ മൂമെന്റിലും തമാശ കണ്ടെത്താൻ നോക്കാറുണ്ട്. അത് ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട്, ഞാനത് പറയുകയും ചെയ്യും. നീ വിചാരിക്കുന്ന പോലെ ഞാൻ വെറും കാക്കിളി കുക്കിളി ആളൊന്നുമല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുപാട്, എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഒന്നിച്ച് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ, അതുപോലെ ഒരുപാട് ഇപ്പം എന്താ പറയുക, ഒരു നല്ല സുഹൃത്തിനെ കുറിച്ച് 5 ദോഷം പറയാൻ പറഞ്ഞാൽ 10 നല്ല കാര്യം പറയുകയാണെന്ന് വിചാരിക്കണം. കാര്യം അതിനേക്കാളൊക്കെ ഒത്തിരി കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ടിനിയെക്കുറിച്ച് പറയാനുണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഇപ്പോൾ സിനിമയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നു, അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ടിനിയുടെ ഏറ്റവും വലിയ ദോഷം എന്താണ്, അങ്ങനെ പറയാനൊന്നുമില്ല. ടിനിയുടെ നമുക്ക് രണ്ടുപേർക്കും തോന്നിയിരിക്കുന്നത് ടിനിയുടെ പൊക്കമാണ് ഏറ്റവും വലിയ ദോഷം. പിന്നെ ഔട്ട് ഓഫ് ഫാഷനാണ്. ഇത്ര പൊക്കത്തിനൊന്നും കാര്യം കുറയ്ക്കാൻ പറയാം, ഈ തടി കുറയ്ക്കാന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് പൊക്കം കുറച്ചിട്ട് വേണം ഒക്കെ പറയുന്ന പോലെ അല്ലേ? നമുക്ക് രണ്ടുപേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ അവന് നല്ല പൊക്കമാണെന്ന്. പിന്നെ അതിന്റെ ആവശ്യമില്ലാത്ത എയർപോർട്ടിലൊക്കെ പോകുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ട് വരും. എയർപോർട്ടിൽ പിന്നെ ഒരുമിച്ച് നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ അല്ലേ? ഓക്കെ, ഈ നല്ല സുഹൃത്തിന്റെ പക്രുവിന്റെ 5 ദൂഷ്യങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്തുകൊണ്ട്? അവൻ തന്നെ ഒരു ദൂഷ്യമല്ലേ, 5 ദൂഷ്യമാക്കണം എന്തിനാ? ഞാനൊരു പറയാറുണ്ട്, ഒരു ഷവർമ മതി കേരളത്തിലെ ഹോട്ടലുകൾ കൂട്ടാൻ. കാരണം പക്ഷെ നമ്മൾ പണ്ട് മുതലേ പറയുന്നൊരു ഇതാണ്, ഒരു ആറ്റം ബോംബാണ് അത്, വളരെ ചെറുതായിരിക്കും, അപാര സ്ഫോടന ശേഷിയായിരിക്കും. അതിന്റെ ദൂഷ്യങ്ങൾ എന്ന് പറയാൻ ഒന്ന് എന്റെ ചായ കൂടിയാണ്. നമ്മളെവിടെയെങ്കിലുമൊക്കെ ഇപ്പൊ ഇതുപോലെ പോവുകയാണെങ്കിൽ ഇങ്ങനെ കിടക്കും, അപ്പൊ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഒരു ചായ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു കൊടുത്തില്ലെങ്കിൽ ഇയാൾ ഇത്ര ക്രൂരനാണ്, ഇയാളൊരു ചായ വെച്ചിട്ട് ഇവൻ ഒരു 150 ചായയാണ് കുടിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നെ അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഈ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കയറി കിടക്കും. ഒരു തലോണ മതിയല്ലോ, അതിലൊരു വലിയ ഡബിൾ കോട്ട് ബെഡാണ്. ചെന്ന ഉടനെ പുള്ളി റെസ്റ്റാ, കയറി ഒരു ചായ എന്ന് പറയും. അപ്പൊ ഞാൻ പോകണം, ഇത് തന്നെ ഉണ്ടാക്കണം. കോഫി മേക്കറൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മൾ ഞാൻ സ്വന്തമായിട്ട് ഒരിക്കലും ഒരു സാധനം വീട്ടിലുണ്ടാക്കാറില്ല. പക്ഷെ ഇവന് എന്റെ കൊച്ചിനെ പോലും ഇത്രയും ഇതായിട്ട് നോക്കിയിട്ടില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കൈ കാണിക്കുക, അപ്പൊ എടുക്കണം. പിന്നെ സോപ്പ്, ഇപ്പൊ കുളിക്കാൻ പോകാൻ സോപ്പ് എടുക്കുന്നതാണെന്ന് പറഞ്ഞാൽ അത് ജിം എടുക്കുന്നു, ഭയങ്കര കനമാണ്, അതൊന്നും എടുത്തരും. പുള്ളിയുടെ 6 പാക്കുള്ള ഒരേ ഒരു സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റ് പുള്ളിയാണ്. അപ്പൊ സോപ്പ് എടുത്ത് കൊടുക്കുക, ഇത് കൊടുക്കുക, അന്നൊരു ചായ ഉണ്ടാക്കും, ഇത് തന്നെ. പിന്നെ അയാൾ പോയി കഴിയുമ്പോൾ എടുത്ത് ഒരു ചായ
അത് പുള്ളിയും കിടക്കില്ല 150 ചായയാണ്. ഒരു ദിവസം പറഞ്ഞ് ഞാൻ നിർത്തിയിട്ടാണ് ചായ ചവിടി നിർത്തി നിർത്തി. ഹാപ്പിയായി. ഹാപ്പിയായി. സമാനമായിട്ട് ഇരിക്കാല്ല എന്ന് പറയുന്നത് ഒരു കാപ്പി പുള്ളി കാപ്പിയിലേക്ക് കിടന്നേക്കാം. ചായ മാറ്റി. പിന്നെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമ്മളൊരു സ്ഥലത്ത് ഭക്ഷണത്തിനൊക്കെ പോകുമ്പോൾ ഒരു പ്രാവശ്യം വിളമ്പി രണ്ടാമത് എടുക്കാൻ നമുക്കൊരു ചമ്മലുണ്ട്. ഇവനാണെങ്കിൽ ഒരു പൊറോട്ട കൊണ്ട് ഒരാഴ്ച കഴിയാം. അപ്പൊ ഇവന് വെക്കുന്ന ഭക്ഷണം ഞാൻ പതുക്കെ എന്റെ ലേറ്റ് തട്ടിയിട്ടിട്ട് എനിക്ക് കഴിക്കാൻ പറ്റും. എന്റെ ഒരു മാനേഴ്സും പോവുകയില്ല. അങ്ങനെ ഗുണങ്ങളുണ്ട്. അപ്പൊ ഒരു ദൂഷ്യം എന്ന് പറയുന്നത് ഈ ഇതാണ്. പക്ഷെ ഏത് ദൂഷ്യത്തിനും അവന് നല്ലൊരു വശം കൂടി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞ് ഈ പുറത്തൊക്കെ കറങ്ങാൻ പോകുമ്പോൾ ഇതുപോലെ കൈ കാണിക്കും. ഹോളിവുഡ് സ്റ്റുഡിയോസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പൊ എടുത്തോണ്ട് പോകണേ. അപ്പം നമുക്കിതൊരു നമ്മള് ഒരു ഇത് എടുത്തോണ്ട് പോകാൻ എന്റെ കൊച്ചിനെ ഞാൻ കൊണ്ട് എടുക്കാറില്ല. ശരിക്ക് പക്രു പറഞ്ഞിട്ടുണ്ട്. പക്രുവിന് നിസ്സാര ഈ വിചാരിക്കുമ്പോഴല്ല, എനിക്ക് നല്ല കനമാണ് ഈ വിചാരിക്കണ കരികലിനെ പോലെ ഞാൻ നല്ല കനമാണ്. ശരിക്കും പക്രുവിനെ എടുത്ത് അങ്ങനെ അങ്ങനെ പൊക്കി തന്നെയല്ലേ ശരിക്കും എനിക്കൊരു ആരോഗ്യം, എനിക്ക് ഫിറ്റ്നസ് കിട്ടണം അങ്ങനെയല്ലേ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇതിന് പൊക്കി പൊക്കി ഇപ്പൊ നമുക്കൊന്നും വാഹനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ബസ്സിലാണെങ്കിലും ഇതുപോലെ തന്നെ എടുത്ത് ഇങ്ങനെ കൊണ്ട് നടന്നിട്ടുണ്ട് നമ്മൾ. ഇവിടെ നിന്ന് ഞാൻ എറണാകുളത്ത് വന്നിട്ട് അങ്കമാലിയിൽ നിന്ന് കൊറിയർ സർവീസ് വിടണ പോലെ കയറ്റി ബാക്ക് സീറ്റിൽ വെക്കും. എന്നിട്ട് അവിടെ നിന്ന് ഇറക്കിയേക്കണേന്ന് പറയും കോട്ടയത്തേക്ക്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് മാത്രമാണ് നമുക്ക് എടുക്കാതിരുന്നത്. അല്ലാത്ത സമയം എന്റെ വീട്ടിലാണെങ്കിലും അല്ലാണ്ടുള്ള യാത്രകളിലൊക്കെ എടുത്ത് പൊക്കി പൊക്കി എനിക്ക് ഫിറ്റ്നസ്. നമുക്കറിയാം സിനിമാ രംഗത്ത് ഒരുപാട് റൂമേഴ്സ് കേട്ടുള്ള ഒരാളാണ് പൃഥ്വിരാജ്. അപ്പം ഇതിന് നമുക്ക് കേട്ടിട്ടുണ്ട് ചാടക്കാരനാണ്, അഹങ്കാരിയാണെന്നൊക്കെ. പിന്നെ ഇടയ്ക്ക് പുകഴ്ത്തി പറഞ്ഞ കേട്ടു പൃഥ്വിരാജിനെ കുറിച്ച്. അപൂർവമായിട്ടാണ് ഒരാൾ പൃഥ്വിരാജിനെ കുറിച്ച് ഇത്രയും പുകഴ്ത്തി പറഞ്ഞു കേൾക്കുന്നത്. അപ്പം എന്താണ് ഇതിന് പിന്നിലുള്ള ഈ സോപ്പിടേണ്ട ഉദ്ദേശം? പൃഥ്വിരാജിന്റെ ഫിലിമിൽ അവസരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനൊരു പുകഴ്ത്തി പറച്ചിൽ? പുകഴ്ത്തി പറയലല്ല, യഥാർത്ഥ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ രാജുവിന്റെ യഥാർത്ഥ മുഖം ആരും കണ്ടിട്ടില്ല. പുള്ളി പുറത്തുനിന്ന് ഒരാൾ ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ഒരാളും പെട്ടെന്ന് കോൺഷ്യസ് ആയി പോകും. അത്ര നേരം ചിരിച്ച് കളിച്ച് മിമിക്രി അവതരിപ്പിക്കുന്ന പൊട്ടിച്ചിരിക്കുന്ന ഒരു പൃഥ്വിരാജിനാണ് എനിക്കറിയാവുന്നത്. അത് ഞാൻ പരിചയപ്പെട്ട ഇന്ത്യൻ റുപ്പിയിലാണ്. അതിനുശേഷം ഹീറോ എന്ന് പറഞ്ഞ പടം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു പടം എനിക്ക് തന്നിട്ടൊന്നുമില്ല. അത് അദ്ദേഹമായിട്ട് കാസ്റ്റ് ചെയ്യുന്നതുമല്ല, ഡയറക്ടേഴ്സാണ്. എനിക്കൊരു ഒരാളെ പുകഴ്ത്തി പറഞ്ഞിട്ടൊന്നും കിട്ടാനില്ല. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ വിളിക്കും. പിന്നെ രാജു, യഥാർത്ഥത്തിലുള്ള രാജു എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫേക്ക് അല്ല, ഒരു മുഖം മൂടി വെച്ചിട്ടല്ല സംസാരിക്കുന്നത്. പുള്ളിയെ ഇപ്പൊ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ചോര പിടിച്ചതാണ് പറ്റിയത്. പുള്ളി എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് മറുപടി പറയും. അപ്പോ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് കുറേയൊക്കെ. പിന്നെ ഞാൻ ഈ പുതിയ താരങ്ങളിൽ ഒരു ഫയർ, ഒരു തീ കണ്ട ഒരു നായകൻ. അതായത് തീർച്ചയായിട്ടും ഈ കുറച്ച് പ്രശ്നങ്ങളല്ലെങ്കിൽ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ പദവിയിൽ തന്നെയാണ് ഇപ്പോഴെങ്കിലും യഥാർത്ഥ ഒരു പദവിയിൽ ഇരിക്കേണ്ട ആൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. കുറെ തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ ഞാൻ ഈ പുതിയ ആൾക്കാരിൽ കണ്ട ഒരു വ്യക്തിത്വം ഉള്ളതും, മറ്റുള്ളവർ മോശമെന്നല്ല, എനിക്കറിയാവുന്നവരെ പറഞ്ഞത് വ്യക്തിത്വവും അതുപോലെ തന്നെ കഴിവും. മണിരത്നത്തിന്റെയൊക്കെ ചിത്രത്തിൽ അതുപോലെ തന്നെ ബോളിവുഡ് സിനിമയിലേക്ക് മലയാളിയായ ഒരാൾക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ. അത് അതിനു വേണ്ടിയായിരിക്കാം. പക്ഷെ അദ്ദേഹം സ്വയം ഹാർഡ് വർക്ക് ചെയ്തുന്ന ഒരാളാണ്. അത് ഞാൻ എവിടെയും പറയാൻ ഞാൻ അദ്ദേഹത്തിന് ഇനി താഴ്ത്തി പറയേണ്ട ആവശ്യമില്ല. അത് യഥാർത്ഥ ക്യാരക്ടറാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ രഞ്ജിത്ത് സാറിനെ കുറിച്ചും പുകഴ്ത്തി പറയുണ്ടായി. രഞ്ജിത്ത് സാർ മാത്രമല്ല, ഒരുപാട് പേര് താങ്കൾക്ക് സിനിമയിൽ അവസരങ്ങൾ തന്നിട്ടുണ്ട്. എന്നിട്ടെന്താണ് രഞ്ജിത്ത് സാറിന് മാത്രം ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്? മറ്റുള്ളവരെ കുറിച്ച് പറയാനും കൂടി ഒരു അവസരം കിട്ടി. അപ്പൊ ഞാൻ ശരിക്കും ഫസ്റ്റ് അഭിനയിക്കുന്ന ചിത്രം ബാലു കിരിയത്തിന്റെ മിമിക്സ് ആക്ഷൻ 500 ആണ്. അതിനുശേഷം പഞ്ചപാണ്ഡവർ എന്ന് പറഞ്ഞ കെ ഹരിദാസിന്റെ ചിത്രത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. പിന്നെ പട്ടാളം, ലാൽ ജോസ് സാറ് അതൊരു ക്യാരക്ടറായിട്ട് ചെയ്യുന്ന അതിലാണ്. പക്ഷെ ബ്രേക്ക് തന്ന, അതായത് ആ സമയത്ത് സലീം കുമാർ സുരാജിനെ വെച്ച് മാത്രം പരീക്ഷിക്കുന്ന കാലഘട്ടത്തിൽ പ്രാഞ്ചേട്ടൻ എന്ന് പറയുന്ന സിനിമയിൽ എന്നെയും ശശി കലിംഗ എന്ന് പറയുന്ന 2 ആർട്ടിസ്റ്റുകൾ എടുത്തു വെക്കാനുള്ള ഒരു ധൈര്യം, അത് വലിയൊരു ധൈര്യം തന്നെയാണ്, ഒരു നട്ടെല്ലാണ്. ഇത് നിങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് അത് സുരക്ഷിതമായിരിക്കുന്ന വിശ്വാസത്തിലാണ് നമ്മുടെ തന്നത്. ദൈവഭാഗ്യം കൊണ്ട്, അതൊക്കെ ഒരു ഭാഗ്യം കൊണ്ട് സംഭവിച്ചതാണ്. ഒരു ഗിറ്റായി മാറി എനിക്കൊരു വഴിത്തരുവാണ്. നമ്മളെ വെച്ച് പരീക്ഷിക്കാൻ ആരും തയ്യാറാവാതിരുന്ന അവസരത്തിൽ എന്നെ വെച്ച് പരീക്ഷിച്ച് ഗിന്നിപ്പന്നികളെയാണ് പരീക്ഷിക്കുന്നത്. അതുപോലെ എന്നെയൊക്കെ ഒരു ഗിന്നിപ്പന്നിയായിട്ട് പരീക്ഷിച്ചെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാൻ സാധിച്ചു. പിന്നെ അതുപോലെ അരുതരും ഒരു ഇന്ത്യൻ റുപ്പി പോലെ ഒരു ചിത്രത്തിൽ ഈക്വൽ ക്യാരക്ടർ. അതിനോടൊപ്പം നമ്മുടെ പോസ്റ്ററൊക്കെ നമ്മൾ കേരളത്തിൽ വരുന്നത് സ്വപ്നം കണ്ടിട്ടില്ല. നമ്മൾ ഇങ്ങനെ സംഭവിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാഞ്ചേട്ടിലൊക്കെ നമ്മുടെ പോസ്റ്റർ ഇടുക, എനിക്കൊരു ബെൽറ്റോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അറിയില്ല. ആർഷിക്കൊക്കെ അറിയാവുന്നതാണ്. നമുക്കൊരു സിനിമയിലോ നമ്മളൊരു കുടുംബത്തിലൊന്നും വന്നവരല്ല. ഇക്കയും അതുപോലെ തന്നെ കഷ്ടപ്പെട്ടാണ് ഈ കസേരയൊക്കെ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ദൈവം
തന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു സ്ഥാനം വലുത് തന്നെയാണ്. അതുകൊണ്ട് എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പേരാണ് രഞ്ജിത്ത്.